ഹലോ, രാവിലെ പുലർച്ചെ തന്നെ ഞങ്ങളതാ പോകുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കാണ് കേട്ടോ. നേരത്തെ എണീറ്റോണ്ട് തന്നെ നാനുമോള് നല്ല ഉറക്കമാണേ. അങ്ങനെ അതാ ഞങ്ങൾ പോകുന്ന വഴി തൃപ്രയാർ ക്ഷേത്രത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനൊരു ഭയങ്കര ഇഷ്ടമായിട്ട്, ഇവിടെ ഭയങ്കര സ്പേഷ്യസ് ആണല്ലോ, അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവൾ അതാ നമ്മുടെ മീനുകൾക്ക് നമ്മുടെ ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. കുറേ സമയം ഞങ്ങൾ അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ നേരെ നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോയി. അപ്പം എന്താ കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട്. അത്രയും ഞാൻ ആഗ്രഹിച്ച് തൊഴാൻ പോകുന്ന ഒരു ടെമ്പിളാണ് കേട്ടോ ഈ ഒരു കൊടുങ്ങല്ലൂർ ക്ഷേത്രം. എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ദേവിയാണ്. അത് എൻ്റെ മൈൻഡിൽ അത്രയും ഞാൻ ആഗ്രഹിച്ച് പോയതുകൊണ്ടായിരിക്കും എനിക്ക് അത്രയും നല്ല ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സമയം എനിക്ക് ദേവീൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റി. അതെനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ ഒരു സമയത്ത്. അപ്പം അതിനൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഞാൻ വരുന്ന വരെ എല്ലാ സപ്പോർട്ടിനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഈ ഒരു പ്രമീള ചേച്ചിയാണ്. ചേച്ചി ഞങ്ങൾ ചെന്നപ്പോൾ തൊട്ട് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ചേച്ചിക്ക് എല്ലാവിധ എന്താ പറയുക അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആത്മാർത്ഥമായിട്ട്. അപ്പം ചേച്ചി അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നാനുമോൾക്ക് വാഷ്റൂമിൽ പോകാനും ഒക്കെ ചേച്ചിയുടെ റൂമിലാണ് കൊണ്ടുപോയതും ഒക്കെ ഞങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്തത്. പിന്നെ അതാ ഞങ്ങൾ ചേച്ചി നിൽക്കുന്ന ആ സ്ഥലത്തിൻ്റെ അവിടെ നല്ല ഒരു കണിക്കൊന്ന മരം നിൽക്കുന്നുണ്ടായിട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എടുത്തതാണ്. പിന്നെ ചേച്ചീനെ പോലെ ഒരാളെ പരിചയമാവാൻ കാരണമായിട്ടുള്ള ചന്ദ്രേട്ടനോട് ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ്. എന്നുവെച്ചാൽ ചേച്ചി അത്രയും നന്നായിട്ടാണ് ഞങ്ങളെ ട്രീറ്റ് ചെയ്തത്. പിന്നെ ഞാൻ വിചാരിച്ചതിലും നല്ല രീതിയിൽ എനിക്ക് ദേവീനെ കാണാൻ പറ്റി. എനിക്ക് ദേവിയായിട്ട് കൊണ്ടു തന്ന ഒരു ചേച്ചീനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അത്രയും നന്നായിട്ടാണ് ചേച്ചി ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ തിരിച്ച് വരുന്നത് വരെ ചേച്ചി ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം ഞങ്ങൾ സംസാരിച്ചൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോരുന്ന സമയത്ത് ചേച്ചി നാനുമോൾക്ക് അതാ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോകാനായിട്ട്. കാറിലിരുന്ന് ദാഹിക്കുമ്പോൾ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത്രയും എന്താ പറയുക കെയർ ചെയ്തിട്ടാണ് ഞങ്ങളെ, അത്രയും സ്നേഹത്തോടെയാണ് ചേച്ചി പറഞ്ഞയച്ചത്. നമുക്ക് കിട്ടുന്ന ബന്ധങ്ങളിൽ ചിലത് നമുക്ക് സ്പെഷ്യലായിരിക്കില്ലേ, അങ്ങനെ ഒരു ബന്ധമാണ് ഉണ്ടെങ്കിൽ ചേച്ചിയുടെ അടുത്ത് തോന്നിയത്. പിന്നെ ചേച്ചി കുറച്ച് പ്രസാദം തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കാറിലിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ പുറത്ത് നല്ല ചൂടായിരുന്നു, അത് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.